നിരവധി ആളുകൾ ഇത് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വീടിൻ്റെ ടെറസിലും മറ്റുമായി നിരവധി ആളുകളാണ് ഇത് കാണാനായി ചുറ്റും കയറി നിൽക്കുന്നത്. എന്തായാലും അത്തരത്തിൽ രാവിലെ മുതൽ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഫ്ലാറ്റ് കൂടുതലായും ആൽഫ സെറിൻ ഫ്ലാറ്റിന് ചുറ്റുമുള്ളവരാണ്. അതിന് ചുറ്റുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ഏകദേശം 60ഓളം കുടുംബങ്ങൾ അതിന് ചുറ്റും താമസിക്കുന്നുണ്ട്. ആ വീടുകൾക്ക് ഇത് പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇത്രയും വലിയൊരു ഭാരം നിലത്തേക്ക് വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്നുള്ള ആശങ്കയാണ് അവർ പുറത്തേക്ക് പറയുന്നത്. എന്തായാലും പേടിക്കാനില്ല എന്ന് അധികൃതർ പറയുമ്പോഴും വളരെ വലിയൊരു ആശങ്ക അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഈ അധികൃതർ ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എന്നും അവർ പറയുന്നു. അതായത് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് അവർ മാറുന്നതുമായി ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ ക്രമീകരണം പോലും 8 മണിക്ക് ശേഷമാണ് അവർ അറിയുന്നത് എന്നുള്ള പരാതിയാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും 11 മണിയോടുകൂടി തന്നെ ഇപ്പോൾ നിലവിൽ 8 മണിയോടുകൂടി പോലീസുകാർ വീടുകളിലെത്തി ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു. നിയന്ത്രിത മേഖലയിൽ നിന്നുള്ള ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്തായാലും 10:30-ക്ക് ആദ്യ സൈറൺ മുഴങ്ങും. അതിനുശേഷം 10:55-ന് രണ്ടാമത്തെ സൈറൺ, 10:59-ന് മൂന്നാമത്തെ സൈറൺ മുഴങ്ങും. ഇതോടുകൂടി H2O ഹോളി ഫെയ്ത്ത് ഫ്ലാറ്റ് നിലംപതിക്കും. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലംപതിക്കും. എന്തായാലും ഏകദേശം 10,000-ഓളം ടണ്ണാണ് നിലത്തേക്ക് വന്ന് പതിക്കുക. അത് ഒറ്റയടിക്ക് പതിക്കാതിരിക്കാൻ 1000 ടണ്ണ് വീതം 1000 ടൺ ഒരു സെക്കൻഡിൽ 1000 ടണ്ണ് നിലം പതിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ഫോടനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിവിധ രീതികളിലാണ് ഈ ഒരു സ്ഫോടനം ഈ ഫ്ലാറ്റ് ഇരിക്കുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രീതികളിലാണ് ഇത് അറേഞ്ച് ചെയ്യുക. സാധാരണ നേരെ വട്ടം നിലം പതിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഫ്ലാറ്റ്. അത് ഈ ഫ്ലാറ്റിൻ്റെ അടി മുതൽ മുകൾ വരെയുള്ള ഭാഗത്ത് നടുവിലായിരിക്കും അതിൻ്റെ സ്ഫോടനം പ്രധാനമായും നടക്കുക. ഈ ഫ്ലാറ്റിൻ്റെ സ്ഫോടനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് 36 ഡിഗ്രി ചെരുവിലായിരിക്കും ഫ്ലാറ്റ് നിലത്തേക്ക് പതിക്കുക. ആ രീതിയിലാണ് H2O ഹോളി ഫെയ്ത്ത് നിലം പതിക്കുന്ന രീതി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയായിരിക്കും അതിൻ്റെ നിയന്ത്രിത സ്ഫോടനം നടക്കുക. എന്തായാലും ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോഴും പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഉണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അധികൃതരിൽ നിന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ്. എന്തായാലും പോലീസ് സജ്ജമാണ്. എല്ലായിടത്തും തന്നെ പോലീസ് കാവലുണ്ട്. 200 മീറ്റർ പരിധിയിൽ നിന്നും ആളുകളെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇനി സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സംഭവമാണ് ഇത്. ഇത്തരത്തിൽ ഫ്ലാറ്റ് പൊളിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമാണ്. അതുകൊണ്ട് അതെങ്ങനെ ആണ് ഇതിൻ്റെ ഈ ഒരു കാണാനുള്ള ഒരു ആകാംക്ഷയും ഒപ്പം അല്പം ആശങ്കയും ഉണ്ട്. എന്തായാലും ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണുള്ളത്. സെയിം സിസ്റ്റം അല്ലേ? ഇതാണ് എൻ്റെ തെക്കൂടെ കൊണ്ടു വീഴുന്നു. ആ സൈഡിൽ മുകളിൽ കെട്ടി കംപ്ലീറ്റ് സ്റ്റേ എപ്പോഴേ കംപ്ലീറ്റ് കായലിലേക്കാണോ വീട്? യാതൊരു രീതിയിൽ ആ വീടുകളൊക്കെ പോയിട്ടുണ്ട്. പോയി
വീഡിയോയിൽ ഇറങ്ങണം. ഇങ്ങാട്ട് കൊടുക്കാൻ പറ്റാൻ പോക്ക ഇങ്ങാട്ടാണ് പോകാം. അയ്യോ ഇങ്ങോട്ട് നമ്മളുടെയൊക്കെ സ്വപ്നമാണ് ഇവിടെ തകർന്നു വീണത്. എല്ലാവർക്കും നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് തകർന്നു വീഴുന്നു, അതിൻ്റെ ഒരു കൗതുകരമായ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാഴ്ച. പക്ഷെ നമുക്കതല്ല, ഞങ്ങളുടെ ജീവിത സ്വപ്നങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ പാറ്റ് വീഴുന്നത് അങ്ങനെ അത് 200 മീറ്റർ ദൂരത്തിൽ നിന്ന് കാണുകയാണ്. എന്താ മനസ്സിലാകുന്നത്? സത്യത്തിൽ കാണാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. ഇന്നലെയൊക്കെ ആണെങ്കിലും വേണ്ട എന്നോർത്തിരുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും വെറുതെ ഒന്ന് നോക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ എന്താ പറയുക, കാണാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്ന് കണ്ടതാണ്, പുറത്ത് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് വിഷമമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ താമസിക്കുന്ന പണത്തിനേക്കാളുപരി നമ്മൾക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതിനേക്കാളുപരി നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വേറൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നഷ്ടമായേക്കണത്. സ്വന്തം വീടെന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വന്തം വീട് നഷ്ടപ്പെട്ടവർക്ക് അത് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അത്രയും ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല. അയാളുടെ പണം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. ഇത് പണമല്ല നഷ്ടപ്പെടുന്നത്. ഇത് നമ്മൾ താമസിച്ചത്, ഞങ്ങൾ 6 വർഷം താമസിച്ചാണ്. 2011 ഫ്ലാറ്റ് വാങ്ങി 13 തൊട്ട് താമസം തുടങ്ങിയാണ്, ഞാനും മോനും വൈഫും. അത് അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. നമ്മൾ ഫാമിലിയായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും വൈഫുണ്ടായിരുന്നു കൂടെ.
അപ്പോഴൊക്കെ കരഞ്ഞൊരിതായി വീട്ടിൽ വിട്ടിട്ട് വന്നതാണ്.